സംസ്ഥാനത്ത് വരൾച്ച രൂക്ഷമാകാൻ ഏറെ സാധ്യതയാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ മുൻകരുതൽ നടപടി സ്വീകരിക്കാനായാണ് ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നത്. എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിലെ ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തു. പ്രധാനമായും കുടിവെള്ളത്തിന് മുൻഗണന നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കിണറുകളിലെയും ജലസ്രോതസ്സുകളിലെയും ജലലഭ്യത കുറയുന്ന സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ജല ഉപഭോഗം വർദ്ധിപ്പിക്കാനാണ് സാധ്യത. പറമ്പിക്കുളം, ആളിയാർ അന്തർസംസ്ഥാന കരാറുകൾ തുടർച്ചയായി പാലിക്കപ്പെടാത്തതും ചിലയിടങ്ങളിൽ ജല ദൗർലഭ്യതയ്ക്ക് കാരണമായിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. നിരന്തരമായ കരാർ ലംഘനം മൂലം സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ ഹനിക്കപ്പെടുന്നുണ്ടെന്നും മാത്യു ടി തോമസ് കുറ്റപ്പെടുത്തി. നിരന്തരമായ കരാർ ലംഘനം മൂലം കേരള സംസ്ഥാനത്തിൻ്റെയും ഇവിടുത്തെ ജനങ്ങളുടെയും താൽപ്പര്യങ്ങൾ ഹനിക്കപ്പെടുന്നു എന്ന വസ്തുത അംഗീകരിച്ചുകൊണ്ട് കരാർ പ്രകാരം നൽകാനുള്ള വെള്ളം അതാദ്യം തന്നതിന് ശേഷം മാത്രമാണ് കരാറിന് പുറത്തുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതെന്ന നിലപാടാണ് സംസ്ഥാനം സ്വീകരിച്ചിരിക്കുന്നത്. ജല ഉപഭോഗത്തിൽ ജനങ്ങളുടെ ഉപയോഗത്തിന്റെ ശീലങ്ങളിൽ മാറ്റം വരുത്തി വരൾച്ചയെ കൂട്ടായി അഭിമുഖീകരിക്കാനുള്ള പൊതുമനസ് രൂപപ്പെടുത്തണം. ജലമോഷണത്തെ കർശനമായി നേരിടുമെന്നും മന്ത്രി വ്യക്തമാക്കി. എവിടെയെങ്കിലും ജലമോഷണം കണ്ടാൽ വളരെ കർശനമായ ഒരു ദയയില്ലാത്ത നിലപാടായിരിക്കും സ്വീകരിക്കുക. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിലെ അവലോകന യോഗവും നടക്കും. റിപ്പോർട്ടർ, കൊച്ചി.